പത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. നവ്യയ്ക്കാണെങ്കിൽ ചന്തുമോളും റൂമിൽ കയറുന്നത് കുഞ്ഞിനെ കളിപ്പിക്കുന്നതൊന്നും ഇഷ്ടമല്ലേ. ഇനി ആ റൂമിൽ കയറി കുഞ്ഞിനെ കളിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അടി കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ മോളെ അടിച്ചിട്ട് ഈ തറവാട്ടിൽ ആരും ഇരിക്കാമെന്ന് വിചാരിക്കേണ്ട, അപ്പോൾ തന്നെ പുറത്തു പോകുമെന്ന് പറയുകയാണ്. അപ്പോൾ ജലജ പറയുകയാണ്, അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ, നമ്മൾ ഇവിടെ നിന്ന് പുറത്തു പോകും എന്നാണ് അവൾ പറഞ്ഞതെന്ന്. അപ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ തറവാട്ടിൽ എനിക്ക് കഴിയണമെന്ന് ഒട്ടും താല്പര്യമില്ല എന്ന്. ഒരു വലിയ തെറ്റ് ചെയ്ത ആളാണ് ഈ തറവാട് ഭരിക്കുന്നത്, പിന്നെ എങ്ങനെ ഇവിടെ കഴിയാൻ തോന്നുമെന്ന് ഇങ്ങനെ നവ്യ പറയുന്ന ആദർശിനെ ഉദ്ദേശിച്ച് മാത്രമാണ്. ചേച്ചി എൻ്റെ ഭർത്താവിനെയാണ് പറഞ്ഞതെന്ന് എനിക്ക് നല്ലതുപോലെ മനസ്സിലായി എന്നിങ്ങനെ പറയുമ്പോൾ നവ്യ പറയുകയാണ്, നീ എന്തിനാ അയാളെ ന്യായീകരിക്കാൻ നിൽക്കുന്നതെന്ന്. അപ്പം ജലജ പറയുന്നുണ്ടായിരുന്നു, അവനിങ്ങനെ ഹരിചന്ദ്രനായിട്ട് നടന്നതല്ലേ, ഇപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞ് കളിയാക്കുകയാണ് നേനേരെടുത്ത്. നേനെ പറയുന്നുണ്ടായിരുന്നു, ചേച്ചിയുടെ പോലത്തുള്ള മനസ്സാണ് എനിക്കുണ്ടായിരുന്നതെങ്കിൽ ചേച്ചിക്ക് ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ആദർശേട്ടൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള ഒരു യോഗ്യത നിങ്ങൾക്കില്ല. എൻ്റെ ആദർശേട്ടൻ തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്ന്. നേനെ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ഇവരുടെ ഈ സംസാരമെല്ലാം ദേവേനി അവിടെ നിന്ന് മറിഞ്ഞിന്ന് കേൾക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ പോയതിന് ശേഷം ജലജ നവ്യയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, ആദർശ് ഈ തെറ്റുകൾ അത്രയും ചെയ്തിട്ട് അവളുടെ അടുത്ത് എന്തോ കള്ളക്കഥകളൊക്കെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, അവളത് വിശ്വസിച്ചിരിക്കുകയാണെന്നിങ്ങനെ പറയും. അപ്പോൾ നവ്യം പറയുന്നുണ്ടായിരുന്നു, അമ്മ പറഞ്ഞത് ശരി തന്നെയാണ്, അവളുടെ അടുത്ത് എന്തൊക്കെയോ കള്ളക്കഥകൾ പറഞ്ഞു കൊടുത്ത് അവളത് വിശ്വസിച്ചിരിക്കുകയാണ് എന്ന്. പിന്നീട് ദേവേനിയാണെങ്കിൽ കിരണിനെ വിളിക്കുന്നുണ്ടായിരുന്നു. കിരൺ കമ്പനിയിലേക്ക് പോകുന്ന സമയത്താണ് ദേവേനി കിരണിനെ കാണണമെന്ന് ഫോണിൽ വിളിക്കുന്നത്. കിരണിനെ വിളിച്ചിട്ട് മോനെ എവിടെയാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കിരൺ പറയുകയാണ്, ഞാൻ കമ്പനിയിലേക്ക് പോകാൻ പോവുകയാണ് എന്നിങ്ങനെ പറയുമ്പോൾ കിരണിൻ്റെ അടുത്ത് ദേവേനി പറയണം, മോൻ്റെ അടുത്ത് ഒന്ന് സംസാരിക്കണം എന്ന് പറയുകയാണ്. എന്നാൽ പിന്നെ ആൻറ്റി ഞാൻ വീട്ടിനടുത്തുള്ള സ്ഥലത്തേക്ക് വരാം, ആൻറ്റി ഒരുപാട് യാത്രയൊന്നും ചെയ്യണ്ട എന്നിങ്ങനെ പറയുമ്പോൾ ദേവേനി പറയാണ്, അതൊന്നും വേണ്ട, നമ്മൾ സ്ഥിരമായി കാണുന്ന സ്ഥലമുണ്ടല്ലോ, ഹോട്ടലുണ്ടല്ലോ മോനെ, ഞാൻ അങ്ങോട്ട് വന്നോളാം എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് നൈനയുടെ അടുത്ത് ആദർശിൻ്റെ അടുത്ത് വിളിച്ച കാര്യം പറയില്ലെന്ന് കിരണിൻ്റെ അടുത്ത് പറയുകയാണ് ദേവേനി. പിന്നീട് ദേവേനി പോകുന്ന സമയത്ത് ദേവേനിയുടെ കാറിൻ്റെ ഫ്രണ്ടിൽ തന്നെ കിരൺ ഉണ്ടായിരുന്നു. അപ്പോൾ കിരണിനെ വിളിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു, മോനെ ഹോട്ടലിൽ പോകണ്ട, മോൻ്റെ കാറിൻ്റെ തൊട്ട് പിറകിൽ തന്നെ ഞാനുണ്ട് എന്ന് പറയുകയാണ്, നമുക്ക് ഇവിടെ നിർത്തി സംസാരിക്കാമെന്ന് ദേവേനി പറയുകയാണ്. അങ്ങനെ സമ്മതിച്ച് രണ്ടുപേരും കൂടി അവിടെ നിന്ന് സംസാരിക്കുകയാണ്. അങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ദേവേനി പറയുന്നുണ്ടായിരുന്നേ. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം മോനെ അറിയാവുന്നുള്ളതല്ലേ, ആദർശിന് അനഘയുമായിട്ടുള്ള വല്ല ബന്ധവും ഉണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണേ. അനഘ എന്നുള്ള പെൺകുട്ടിയുടെ കാര്യമൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, അനിയുടെ അടുത്ത് പറയാത്ത കാര്യങ്ങൾ പോലും അവൻ നിൻ്റെ അടുത്ത് പറയാറുണ്ടല്ലോ, മോനറിയാമോ അനഘ എന്നുള്ള പെൺകുട്ടിയെക്കുറിച്ച് എന്നൊക്കെ ചോദിക്കുകയാണേ. നിങ്ങൾ തമ്മിലൊന്നും മറച്ചു വയ്ക്കാറില്ലല്ലോ, നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതാണല്ലോ എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ദേവയാനി, ഞാനും രൂപയും തമ്മിൽ അത്ര അടുത്ത ബന്ധമായിരുന്നു, ഞങ്ങളൊരു കാര്യവും മറച്ചു വയ്ക്കാറില്ലല്ലോ, അതുപോലെ തന്നെയാണ് നീയും ആദർശം നിൻ്റെ അടുത്തെങ്കിലും പറഞ്ഞിരിക്കും അനഘയുടെ കാര്യം, അപ്പോൾ നിനക്ക് അറിയാമോ എന്നൊക്കെ ചോദിക്കുകയാണ് ദേവയാനി. അറിയില്ല എന്നൊക്കെയാണ് കിരൺ പറയുന്നത്. അതിനുശേഷം ദേവയാനി ചന്തുമോളുടെ അച്ഛൻ ആദർശാണോ എന്ന് ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ കിരണിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നേ. ആദർശം ഒരു തെറ്റ് ചെയ്യുമെന്നോ ഒരു കുട്ടിയെ ചതിക്കുമെന്നോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒട്ടും വിശ്വാസമില്ല, ആദർശ് തെറ്റ് ചെയ്യില്ല എന്ന് തന്നെയാണ് ദേവയാനിയും പറയുന്നത്. അപ്പോൾ കിരൺ പറയുകയാണ്, ആൻറ്റി ഒരു കാര്യം മനസ്സിലാക്കണം, മൂർത്തി മുത്തശ്ശന് സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ഒന്നും ഇഷ്ടമല്ലല്ലോ, അപ്പോൾ ആദർശിൻ്റെ കൂടെ മുത്തശ്ശൻ നിൽക്കുന്നെങ്കിൽ എന്തെങ്കിലും കാരണം കാണുമെന്ന് ആൻറ്റി മനസ്സിലാക്കണമെന്ന്. പിന്നീട് കിരൺ ആ സത്യം തുറന്ന് പറയുകയാണ് ദേവയാനിയുടെ അടുത്ത്, എന്തായാലും ചന്തുമോളുടെ അച്ഛൻ ആദർശല്ല എന്ന്. അപ്പോൾ ദേവയാനിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. എന്നിട്ട് ദേവയാനി ചോദിക്കുന്നുണ്ടായിരുന്നു, പിന്നെ എന്തിനാ ഇവൻ ഈ തെറ്റ് അവൻ്റെ തലയിലേക്ക് വലിച്ചിട്ടിട്ട് ഇങ്ങനെ അവൻ എല്ലാവരുടെയും മുമ്പിൽ തെറ്റുകാരനായിരിക്കുന്നതെന്ന്, പിന്നെ എന്തിനാ അവൻ ചെയ്യാത്ത കുറ്റം ഏറ്റെടുത്ത് തല കുനിച്ച് എല്ലാവരുടെയും മുമ്പ് നിൽക്കുന്നതെന്നിങ്ങനെ കിരണിൻ്റെ അടുത്ത് ദേവയാനി ചോദിക്കുകയാണ്. ദേവയാനിയുടെ അടുത്ത് പറയുകയാണ്, കൂടുതലൊന്നും എൻ്റെ അടുത്ത് ചോദിക്കല്ലേ ആൻറ്റി, എല്ലാ സത്യങ്ങളും നയനയ്ക്ക് അറിയാം, അവരുടെ അടുത്ത് ഞാൻ ആരുടെ അടുത്ത് ഈ സത്യം തുറന്ന് പറയില്ലെന്നാണ് വാക്ക് കൊടുത്തതെന്ന്. ആൻറ്റിയുടെ വിഷമവും സങ്കടവും കണ്ടാണ് ഞാൻ എല്ലാ കാര്യവും തുറന്ന് പറഞ്ഞു, ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ആൻറ്റി നയനയുടെ അടുത്ത് ചോദിച്ചാൽ മതി, അവൾക്ക് എല്ലാ കാര്യവും അറിയാമെന്ന് കിരൺ പറയുകയാണ്. ദേവേനി പറയുന്നുണ്ടായിരുന്നു, എനിക്കിത് മാത്രം, ഈ സത്യം മാത്രം അറിഞ്ഞാൽ മതിയായിരുന്നു എന്ന്. എന്നിട്ട് കിരൺ ദേവേനിയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, എല്ലാം അറിഞ്ഞതിന് ശേഷം ചന്തുമോളെ അവിടെ നിന്ന് പുറത്താക്കരുത്, നിങ്ങൾക്കങ്ങനെ പുറത്താക്കണമെന്ന് തോന്നണമെങ്കിൽ എന്നെയും കല്യാണിയും വിളിച്ചാൽ മതി, ഞങ്ങൾ വന്ന് ആ കുഞ്ഞിനെ കൊണ്ടുപോയിക്കോളാമെന്ന് പറയുകയാണ്. കല്ലിമോളുടെ ചേച്ചിയായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വളരും എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം ദേവേനി പറയുന്നുണ്ടായിരുന്നു, സത്യം അറിഞ്ഞാൽ തള്ളിക്കളയുന്ന മനസാക്ഷി ഇല്ലാത്ത ആൾക്കാരൊന്നുമല്ല അനന്തപുരിയിലുള്ളവരെ എന്ന്.
പിന്നീട് രണ്ടുപേരും അവിടെ നിന്ന് പിരിയുകയാണ്. അതിന് ശേഷം ദേവയാനിയാണെങ്കിൽ ആ കിരൺ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ്. ആദർശല്ല ചന്തുമോളുടെ അച്ഛൻ എന്നിങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. ദേവയാനി നയനയെ വിളിച്ചിട്ട് മോളെ എനിക്ക് നിന്നെ ഉടനെ തന്നെ കാണണമെന്നിങ്ങനെ പറയുകയാണ്. അപ്പം നയന പറയുന്നുണ്ടായിരുന്നു നീ ഓഫീസിലാണ് ഇപ്പോഴും കാണണമെന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആദർശിനടുത്ത് ഞാൻ വിളിച്ച കാര്യമൊന്നും പറയണ്ടെന്നാണ് ദേവയാനി പറയുന്നത്. ഇപ്പോഴും ആദർശേട്ടൻ്റെ അടുത്തുള്ള ദേഷ്യമൊന്നും അമ്മയ്ക്ക് മാറിയില്ലേന്ന് നയന ചോദിക്കുന്നുണ്ടായിരുന്നു. ആദർശേട്ടൻ്റെ അടുത്ത് എന്ത് കള്ളത്തനം പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയെന്ന്. ഒരുപാട് കള്ളങ്ങൾ നീ പറയുന്നതല്ലേ, അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ കള്ളം കൂടി അങ്ങ് പറഞ്ഞേക്കുക എന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞതെന്ന്. അപ്പോൾ ദേവേനിക്ക് ദേഷ്യം വരികയാണ്. നിന്നെ എനിക്കിപ്പോൾ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ വരാമെന്ന് പറയുകയാണേ. അതിനുശേഷം രണ്ടുപേരും കാണുന്നുണ്ടായിരുന്നു. നയന വന്നോടെ തന്നെ ദേവയാനി പറയുന്നുണ്ടായിരുന്നു ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ എന്നെ സഹായിച്ച മോളാണെന്ന് ആരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, അത് ഒളിപ്പിച്ച് വെക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഞാൻ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം മോളെ സ്നേഹിക്കാൻ തുടങ്ങിയത് ആദർശിൽ നിന്ന് മറച്ചു വെച്ചിരുന്നല്ലോ നമ്മൾ. പിന്നീട് ആദർശ ആ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി അന്ന് നമ്മളൊരു തീരുമാനം എടുത്തതാണല്ലോ നമ്മളെ സ്നേഹിക്കുന്നവരിൽ നിന്ന് ഒരു കാര്യവും മറച്ചു വെക്കത്തില്ല എന്ന്. നയന പറയുകയാണ് ഇതൊക്കെ എന്തിനാ അമ്മ എന്നോട് ഇപ്പോൾ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുകയാണ്. ദേവേനി പറയുകയാണ് ഞാൻ പറയാം മോളോട് എല്ലാ കാര്യങ്ങളും. ഞാൻ കിരണിനെ വിളിച്ചിരുന്നു, കിരൺ എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു, അങ്ങനെ എല്ലാ സത്യങ്ങളും ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു എന്നിങ്ങനെ പറയുകയാണ്. ചന്തുമോളുടെ അച്ഛൻ അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഈ ഒരു കാര്യം അറിഞ്ഞപ്പോൾ മോൾ കാണിച്ച പക്വത പോലും ഞാൻ കാണിച്ചിരുന്നില്ലല്ലോ, അവനെ ഞാൻ വിശ്വസിച്ചിരുന്നില്ലല്ലോ, അവിശ്വസിക്കുകയല്ലേ ചെയ്തത്. എനിക്കിപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യം ചന്തുമോളുടെ അച്ഛൻ അവനല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെട്ട് തലകുനിച്ച് എന്തിനാ അവൻ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു അതിനൊക്കെ ഒരു കാരണമുണ്ട്, അതൊക്കെ അറിയുന്നതിന് മുമ്പ് അമ്മേനെ കൊണ്ട് എനിക്കൊരു സ്ഥലം വരെ പോകണമെന്ന്. എന്നിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാമെന്ന് പറയുന്നതിന് ശേഷം ദേവാനിയും കൊണ്ട് നയനയാണെങ്കിൽ അനഘയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ നിൽക്കുന്ന ചേച്ചിയെ കാണുകയാണ്. ചേച്ചിയാണെങ്കിൽ ഫ്രണ്ടിൽ തന്നെ ചെടിക്ക് വെള്ളം നനച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ആ ചേച്ചി നയനയുടെ അടുത്ത് ചോദിക്കുക ആ മോളായിരുന്നോ എന്ന്. പിന്നീട് ദേവേനിയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ്, ഞങ്ങൾ അനഘേനെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറയുകയാണ്. പിന്നീട് അവർ അനഘയുടെ അടുത്ത് ചെല്ലുന്നുണ്ടായിരുന്നു. ദേവേനിക്ക് അനഘയെ കാണിച്ചു കൊടുക്കുന്നു. അനഘയുടെ കാര്യങ്ങളൊക്കെ നയന പറയുന്നുണ്ടായിരുന്നു. അനഘ ഗൾഫിലായിരുന്നു. അനഘയ്ക്ക് വലിയൊരു രോഗം ഉണ്ടായിരുന്നു. ആ രോഗം അറിഞ്ഞതിന് ശേഷമാണ് അനഘ നാട്ടിലേക്ക് വന്നത്. അനഘയ്ക്ക് ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ചന്തുമോള് നല്ല രീതിയിൽ കഴിയും, നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ അനഘയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അനഘയ്ക്ക് എല്ലാം പറയണമെന്നുണ്ട്, എല്ലാം അവളുടെ മനസ്സിലുണ്ട്, പക്ഷെ അവൾക്കൊന്നും പറയാത്ത അവസ്ഥയിലായി അവളിങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറയുകയാണ്. അനഘ മരിച്ചു എന്നൊക്കെ പറഞ്ഞതാണ്. അതിനുശേഷമാണ് ജീവൻ്റെ ഒരു തുടിപ്പ് അനഘയിൽ ഉണ്ടായത്. ാണ് കോമ സ്റ്റേജിലായെന്ന എല്ലാ കാര്യങ്ങളും അനഘയുടെ കാര്യങ്ങൾ ദേവയാനിയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. അനഘയ്ക്ക് എല്ലാം പറയണമെന്നുണ്ട്, പക്ഷേ ഒന്നും മിണ്ടാത്ത അവസ്ഥയിലാണ് അനഘ ഇപ്പോൾ. അല്ലെങ്കിൽ അനഘയെ കൊണ്ട് തന്നെ എല്ലാ സത്യങ്ങളും പറയിക്കായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് അനഘയുടെ അടുത്തും പറയുന്നുണ്ടായിരുന്നു നയന ആണ് ആദർശേട്ടൻ്റെ അമ്മയുടെ അടുത്ത് ചില സത്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടി വന്നു. ഇനി ഈ കാര്യങ്ങളൊക്കെ അമ്മ അറിഞ്ഞു എന്ന് വെച്ചിട്ടും ചന്തുമോൾക്ക് അവിടെ ഒരു കുഴപ്പവുമില്ല കേട്ടോ, ചന്തുമോളെ ഞങ്ങൾ പൊന്നുപോലെ തന്നെ നോക്കുമെന്ന്. ചന്തുമോളെ ഞങ്ങൾ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ട്, അതിൽ ചന്തുമോളെ കുറിച്ച് അനഘയ്ക്ക് ഒരു വിഷമവും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് തിരിച്ചു പോരുന്നുണ്ടായിരുന്നേ. വേനി വീണ്ടും നയനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ആദർശല്ല ചന്തുമോളുടെ അച്ഛനെങ്കിൽ പിന്നെ എന്തിനാ മറ്റുള്ളവരുടെ മുമ്പിൽ അവൻ നമ്മളെ നാണം കെടുത്തുന്നത്, സത്യങ്ങൾ തുറന്നു പറഞ്ഞൂടെ എന്നിങ്ങനെ ദേവേനി ചോദിക്കുമ്പോൾ നയന പറയുകയാണ് അതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട്. മുത്തശ്ശനെ വിളിച്ചിട്ട് അനഘ പറഞ്ഞത് മുത്തശ്ശൻ്റെ കൊച്ചുമക്കളിൽ ഒരാളാണ് ചന്തുമോളുടെ അച്ഛനെന്നാണ്. പിന്നീട് ആരാന്ന് പറയാനും അനഘയ്ക്ക് പറ്റിയില്ല. എന്തായാലും ആദർശേട്ടനല്ല എന്നുള്ള കാര്യം ഉറപ്പായി. DNA ടെസ്റ്റ് അത് ഉറപ്പിച്ചല്ലോ. ദേവേനി പറയുന്നുണ്ടായിരുന്നു അനീയുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു തെറ്റ് വരാനുള്ള ഒരു വഴിയില്ല എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നയന പറയുകയാണ് അവർ രണ്ടുപേരും അല്ലെങ്കിൽ മുത്തച്ഛൻ്റെ കൊച്ചുമക്കളിൽ പിന്നെ ഒരാളുണ്ടല്ലോ അബിയാണ് എന്നിങ്ങനെ നയന പറയുമ്പോൾ ദേവേനിയാണെങ്കിൽ നെറ്റി നയനേനെ നോക്കി നിൽക്കുന്നത് കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.